ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ് ഒരു വേരിയൻ്റ് ആഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതായത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈസ് ഉണ്ടാകും, കളർ ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ കണ്ട സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൈസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ആഡ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കും. അപ്പോൾ ഞാനൊരു ഡെമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേരിയൻ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെൻറ്ററി കാര്യങ്ങളെല്ലാം കൊടുക്കണം കേട്ടോ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ഓപ്ഷൻസ് ലൈക്ക് സൈസ് ഓർ കളർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇവൻ സൈസാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സൈസിൻ്റെ ഏത് സൈസിലാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിപ്പോൾ എക്സലിൽ വരുന്നുണ്ട്, സ്മോളിൽ വരുന്നുണ്ട്, മീഡിയത്തിൽ വരുന്നുണ്ട്. നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൈസ് കൊടുത്തു. അതിന് ശേഷം ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കൊടുത്ത സൈസിൽ ഉള്ള സൈസുകളും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്ത മെയിൻ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും വരിക. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പ്ലസ് അതിൻ്റെ അതായത് നമ്മുടെ സൈസിൻ്റെയൊക്കെ എത്ര സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇമേജിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സൈസിൽ വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സലിൽ വരുവാണെങ്കിൽ അതിൻ്റെ സൈസിൻ്റെ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് ഇവിടെ മുകളിൽ സെലക്റ്റഡ് ആയി കിടക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഇതിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇമേജസ് എല്ലാം ഷോ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ്റെ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു സൈസിൻ്റെ ഇമേജായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ സൈസിൻ്റെ ഇമേജസ് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ഒരു ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ ഓക്കെ, ഇപ്പോൾ ഇത് കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന കളക്ഷൻസ് ഏതാണോ വരുന്നത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് സേവ് ചെയ്ത് നോക്കുക. സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് വന്നതൊക്കെ കറക്റ്റാണെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വ്യൂ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും അത് റീഡയറക്റ്റ് ആവുക. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരും അതെങ്ങനെ വന്നേക്കുന്നുള്ളത്. കണ്ടപ്പോൾ സൈസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. ഇപ്പോൾ സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ സ്റ്റോക്കും നമ്മളിവിടെ കണ്ടോ മാറുന്നുണ്ട്, പ്രൈസും മാറുന്നുണ്ട്, സ്റ്റോക്കും മാറുന്നുണ്ട്. അതിനനുസരിച്ച് പിന്നെ നമുക്ക് അത് ആഡ് ടു കാർട്ടോ ബൈ നൗ ഒക്കെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സൈസും കളറും നമുക്ക് ഒരു സെറ്റിൽ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ആഡ് അനദർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യാം. കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വൈറ്റും ഈ ഒരു യെല്ലോയും ഈ നമ്മുടെ ഫോട്ടോയിനുള്ളിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി അഡീഷണൽ കുറച്ച് കളേഴ്സും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെയും കളർ കൊടുത്തിട്ട് നമുക്ക് അതിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത കളറായിരിക്കാം മേ ബി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കളറ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഇവിടെ ആഡ് ന്യൂ എൻട്രി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു കസ്റ്റം കളർ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതായത് ലേബൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ്, ആ ഒരു കളറിൻ്റെ പേര്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു കളറ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലൊന്നും ഇല്ലാത്തൊരു കളർ അത് സജഷനിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഇമേജും അതിൻ്റെ ബേസ് കളർ ഏതാണ് അത്, പിന്നെ ബേസ് പാറ്റേൺ ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു പുതിയൊരു കളർ നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പിങ്ക് 001 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ഒരു ഇമേജ് നമുക്ക് ആ ഒരു കളറിൻ്റെ ഉള്ളിലേക്ക് ആ കളർ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു ഡെമോ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഇമേജ് കൊടുക്കുകയാണ് ഇവിടുന്ന്. അതിനുശേഷം ഒന്ന് സേവ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പിങ്ക് 001
ഇപ്പോൾ കൊടുത്തു എന്നുള്ളൂ, അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരും. അതിന് ശേഷം ഡൺ അടിക്കുക. അപ്പോൾ ഡൺ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ വേരിയൻറ്റിൻ്റെ ഉള്ളിലാണ് അത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റുള്ള ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് കാണാൻ പറ്റും. ഇവിടെ വൈറ്റ് പിങ്ക് നമ്മൾ 2 ഓപ്ഷൻ അവിടെ ഓൾറെഡി കൊടുത്തു വന്നിട്ടുണ്ട്. യെല്ലോയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, യെല്ലോ എന്ന് പറയുമ്പോൾ ആ മെയിൻ പ്രൊഡക്റ്റിലാണ് യെല്ലോ ഉള്ളത്. കാരണം ഇത് പിക്ക് ചെയ്തേക്കുന്നത് ഈ ഫോട്ടോയുടെ ഉള്ളിൽ നിന്നാണ് കളർ, അതുകൊണ്ടാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐക്കൺസിന് വേണമെങ്കിൽ ഇമേജസ് കൊടുക്കാം, പ്രൈസ് കൊടുക്കാം, അതിൻ്റെ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ആഡ് ചെയ്തതെല്ലാം ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ നമുക്കിനിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ കുറച്ച് റിസ്ക് ആണെങ്കിൽ സൈസോ അല്ലെങ്കിൽ കളറിലേക്ക് നമുക്ക് അത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് വേരിയൻ്റ്. ഇനി നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ വരിക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കളർ എങ്ങനെ വരുന്നതെന്നുള്ളത്. ഇവിടെ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഈ വ്യൂവിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. നമുക്ക് കണ്ടു ഇവിടെ കളർ വന്നിട്ടുണ്ട്. കളർ വിത്ത് ഫോട്ടോ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഫോട്ടോ അടക്കമാണ് വന്നേക്കുന്നത്. അപ്പോൾ കണ്ടോ, പിങ്ക് 001, വൈറ്റ്. അതിപ്പോൾ നിങ്ങളിങ്ങനെ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ മാറണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കണം. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കളറിലാണെങ്കിൽ തന്നെ ഇവിടെ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അത് മാറും. ഓക്കെ, ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് മാറും. പ്ലസ് നമുക്ക് സൈസും സെലക്ട് ചെയ്യാം, കളറും സെലക്ട് ചെയ്യാം. ഈ രീതിയിലും നമുക്കിത് ചെയ്യാം. ഇനി മൾട്ടിപ്പിളായിട്ട് വേറെ എന്തെങ്കിലും വേരിയൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് അനദർ ഓപ്ഷൻ കൊടുത്തിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് നമ്മൾ ഇത് കുറച്ച് ഇതിൽ കാണിക്കുന്ന അല്ലാണ്ട് നിങ്ങൾക്കൊരു കസ്റ്റമായിട്ടുള്ള ഒരു ഓപ്ഷനാണുള്ളത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കസ്റ്റമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റം ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട്, അതായത് ഇതിൽ റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വേരിയൻ്റ് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ സൈസ് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കളർ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ കണ്ട നമുക്ക് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഏതൊക്കെ ചാനൽ ത്രൂ പബ്ലിഷ് ആവുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം. അതായത് ചാനൽസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ, അതായത് നമ്മുടെ വെബ്സൈറ്റ് വഴി നമുക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ POS ത്രൂ നമുക്ക് അതിലും ഷോ ചെയ്യുന്നുണ്ട്. ഇത് 2 വഴിയും സെയിൽസ് ചാനൽ ത്രൂ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏജൻറ്റിക്ക് എന്ന് പറഞ്ഞ് കാണാം. ഏജൻറ്റിക്ക് എന്ന് പറഞ്ഞ് കാണുന്നത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ChatGPT അല്ലെങ്കിൽ ജിമിനി, ക്ലൗഡിലേക്കൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ യൂസർമാർ ഇപ്പോൾ ChatGPTയിലൊക്കെ വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഡയറക്റ്റ് അവർക്ക് വാങ്ങാനുള്ളൊരു ഫീച്ചറാണ് ഏജൻറ്റിക്ക് എന്ന് പറയുന്നത്. ഇത് പുതിയൊരു ഒരു കൊമേഴ്സിലുള്ള ഒരു അപ്ഡേറ്റാണ് UCP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ChatGPTയിലും അല്ലെങ്കിൽ ജിമിനിയിലും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ടൂളുകളിലെല്ലാം നമ്മളുടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ, ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞുള്ളൂ. ഇത്രയാണ് നമ്മുടെ വേരിയൻറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ.